അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാകിസ്ഥാന്റെ പല കേന്ദ്രങ്ങളിലും തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയുടെ ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് താലിബാനും അതുപോലെ പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരുകളൊക്കെ നടന്നിരുന്നു. അവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ച കാബൂളിൽ തെഹ്രീക്ക് ഇ താലിബാൻ നേതാവ് നൂർ വാലി മെഹ്സൂദിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു ആക്രമണം നടന്നത്. ആ ആക്രമണത്തിൽ നൂർ വാലി മസൂദ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. പക്ഷേ താലിബാൻ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയോ എന്നുള്ള ചോദ്യത്തിന് പാകിസ്ഥാൻ നടത്തിയെന്നോ നടത്തിയില്ല എന്നോ പറയുന്നില്ല. അതായത് അവർ ഭാഗികമായി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, പാകിസ്ഥാൻ തന്നെയാണ് ഈ കാബൂളിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള കാര്യം പാകിസ്ഥാൻ പറയാതെ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനും താലിബാനും പാകിസ്ഥാനുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഭീകരവാദത്തിന് ഉപയോഗിക്കാൻ താലിബാൻ ഭീകരവാദത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ചോദ്യത്തിന് പാകിസ്ഥാന്റെ ലഫ്റ്റനന്റ് ജനറൽ മറുപടി കൊടുത്തത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനും താലിബാനും ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ കാബൂളിലുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയൊന്നുമാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ബോർഡറുകളിൽ, കുറാം ഡിസ്ട്രിക്റ്റിലെ പ്രധാനപ്പെട്ട ബോർഡറുകളിൽ ഇന്നലെ രാത്രി താലിബാന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയും പാകിസ്ഥാന്റെ 2 ബോർഡർ പോസ്റ്റുകളെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുകയും ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് 12ഓളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ കാര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഈ ഒരു ആക്രമണം സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ താലിബാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. അതിന് പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ഒരു തരത്തിലും പാകിസ്ഥാന്റെ നേരെയുള്ള ആക്രമണങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല, അത് തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. അതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും ആക്രമണങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ആണവ രാജ്യമാണ്. അവർക്ക് അഫ്ഗാനിസ്ഥാൻ ഒരുപക്ഷെ അല്ലെങ്കിൽ താലിബാൻ ഒരുപക്ഷെ ഇപ്പോൾ പാകിസ്ഥാനോട് ഒരു നേരിട്ട് പോരാടി ജയിക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യത്തിലൊക്കെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് വലിയ ഒരു മിലിറ്ററി ശക്തി തന്നെയാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഭീകര പ്രവർത്തനങ്ങളാണ്, താലിബാനെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ഭീകര പ്രവർത്തനങ്ങളാണുള്ളത്. അവർക്ക് ചാവേർ ആക്രമണങ്ങളൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഒന്നും നോക്കുന്നില്ല. ISIS പാകിസ്ഥാനിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ISIS പോസ്റ്റുകളെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്.